ആ നമസ്കാരം വരൂ വരെ. ആ ഉണ്ണിയെ ആ ഞാനേ ഇതുവഴിക്ക് ഇങ്ങനെ വെറുതെ പോയതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കലാകാരനാണല്ലോ, അപ്പോൾ ഒന്ന് കണ്ട് സംസാരിക്കാന്നുള്ള വന്നതാണ്. ശരി ശരി. ഇത് എന്തൊക്കെയാ താങ്കളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ സുഖം പറയാ. താങ്കൾ നല്ലൊരു കലാകാരനാന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ ചിത്രങ്ങളൊക്കെ വരക്കുമോ? നല്ലൊരു കലാകാരൻ എന്ന് പറയാൻ പറ്റുമല്ലോ. എന്നാലും വെറുതെ ഇരിക്കുമ്പോ അങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വരച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുമോ? അങ്ങനെ പറയുന്നത് കേട്ടു. ഞാനിപ്പോൾ വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങള് ഉണ്ടാക്കുന്ന പറഞ്ഞാല് മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കില്ലേ, മണ്ണുകൊണ്ട് ഉണ്ടാക്കുകയില്ല. അപ്പം അങ്ങനെ പാരമ്പര്യമായിട്ട് പഠിച്ചതാണോ അല്ല പാരമ്പര്യമായിട്ടുള്ള കഴിവാണോ, കഴിവേറ്റാണോ? കഴിവാണ്, പഠിച്ചതൊന്നുമില്ല. ഇല്ലല്ലേ. അപ്പൊ അങ്ങനെ വീട്ടിലൊരു വിഗ്രഹം ഉണ്ടാക്കണം എന്നങ്ങനെ പറഞ്ഞപ്പോ പുറത്തുനിന്ന് ആളെ കൂട്ടിയാല് നമ്മളെ ഉദ്ദേശിച്ച പോലെ ആവില്ല. അപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കും. അത് എവിടെ? ക്ഷേത്രത്തിലാണോ? ആ, വീട്ടമ്പലത്തിൽ. എന്താ ദേവി എന്താണ്? പത്തംകുളത്തിയമ്മ. പത്തംകുളത്തിയമ്മ. പിന്നെ അപ്പോൾ താങ്കൾ വരച്ച ചിത്രങ്ങളൊക്കെ ഒന്ന് കാണണം എന്നാഗ്രഹമുണ്ട്. ചിത്രങ്ങൾ ഒരുപാട് വരച്ചിട്ടുണ്ടോ? ആയിക്കോട്ടെ. താങ്കൾ വരച്ച ചിത്രം ഇതൊക്കെ വരയ്ക്കാൻ താങ്കൾക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത്? ഒരുപാടുണ്ടല്ലോ. ഇതൊക്കെ ഓരോ ദിവസങ്ങൾ ടൈം പാസ്സാ. വരച്ചിങ്ങനെ പഠിക്കുക മാത്രം. പഠിക്കുക കുഴപ്പമില്ലല്ലോ. അതിൻ്റെ ചിത്രങ്ങളാണല്ലോ. അതിപ്പോ കാണുന്നവർക്ക് അഭിപ്രായങ്ങൾ അറിയണ്ടേ. ഇങ്ങനെ വരക്കാനായിട്ട് ആരെങ്കിലും ചിത്രം ഏൽപ്പിക്കലുണ്ടോ? ഇല്ല, ആരും ഏൽക്കുന്നില്ല. നമ്മൾ സ്വയമായിട്ട് ഇങ്ങനെ അതിന്റെ ഓരോ സൈഡും കാര്യങ്ങളൊക്കെ. നല്ല ചിത്രങ്ങളാണല്ലോ. കാറ്റിന് ഇതൊക്കെ പാറിപ്പോണൊരു നല്ല ചിത്രങ്ങളാണ്. ചിത്രങ്ങൾ ഒരുപാടുണ്ടല്ലോ അല്ലേ? ഒന്ന് രണ്ട് മാസത്തെ അതിൽ ഗ്യാപ്പ്, 2-3 മാസത്തെ ഗ്യാപ്പ് അങ്ങനെ ഭംഗിയുണ്ട്. ഇതൊക്കെ ചിത്രങ്ങൾ എങ്ങനെ മറ്റേ യൂട്യൂബിൽ നിന്നൊക്കെ കണ്ട് വരയ്ക്കുന്നതാണോ സ്വയം മനസ്സിലെ ഭാവനയാണോ? അല്ല, ഇത് ആ ഫോണിൽ നിന്ന് ഇങ്ങനെ കാണും. പിന്നെ പെട്ടെന്ന് കിട്ടില്ല. ഫേസ്ബുക്കിൽ നിന്ന് പെട്ടെന്ന് കിട്ടില്ലല്ലോ. അങ്ങനെ അത് വെക്കുകയാണെങ്കിൽ 1 മണിക്കൂർ, ഒരു ദിവസം നോക്കും. പക്ഷെ അങ്ങനെ അടുപ്പിച്ചിരിക്കില്ല. സമയം കിട്ടുമ്പോഴൊക്കെ വേറെ അടിച്ചിടും.
അപ്പൊ അതിന് ചിലപ്പം പോകും. അപ്പൊ ആ ഭാവനയില് എങ്ങനെയാണ് ഇങ്ങനെയുള്ള നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ വരയ്ക്കുക മനസ്സിൻ്റെ മനസ്സിൽ വരയ്ക്കും. ആ എല്ലതും ക്ലിയർ ആകുന്നില്ല, എന്നാലും കട്ട് കട്ടായി. കണ്ടമാനം ചിത്രം ഉണ്ടല്ലോ. അതിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് നോക്കിയാൽ തീരില്ല, അത്രയുണ്ട്. കുറെ പരിപാടി. ആ ഒരുപാടുണ്ട്. ഈ കാണുന്ന ഒരു വിഗ്രഹം കാണുന്ന ചെണ്ട കൊട്ടണ ഒരു ഇത് കാണുന്നത് നിങ്ങൾ സ്വയം നിങ്ങൾ ഉണ്ടാക്കിയതാണോ? ആ അത് ഞാൻ ഉണ്ടാക്കിയ മരത്തിന്റെ കഷ്ണ. അതെങ്ങനെ മരത്തിലുണ്ടാക്കിയതാണോ? ആ മരത്തോണ്ട് ചെത്തി ചെത്തി ഉണ്ടാക്കി. അപ്പം നിങ്ങളൊരു ചില്ലറക്കാരനല്ല. പിന്നെ ഇത് മോളുടെ കഷ്ണ ചെണ്ട. മോളുടെ പീസ. മറ്റേത് മരം. മറ്റേ മരം. നിങ്ങൾ ഈ ഓടയും മുളയൊക്കെ ഉപയോഗിച്ചിട്ട് മറ്റേ ഈ ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ ആദ്യം, ഇല്ലേ? അതിപ്പോ ഇല്ല. ഈ കുട്ടി ഏതാ? അതിന്റെ രണ്ടാമത്തെ മോൻ അരവിന്ദ് കൃഷ്ണ. സ്കൂളിൽ പോകണ്ടോ മോനെ? എത്രല്ല? കുളപ്പള്ളിയാ? അതെ, നന്നായി പഠിക്കട്ടോ. എന്താ പേരെന്ത് പറഞ്ഞു? അഭിൻ കൃഷ്ണ. പാട്ട് അറിയോ? ഒരു പാട്ട് പഠിക്കാം നല്ല കുട്ടിയായിട്ട്. ആയിക്കോട്ടെ, പാടിക്കോ. പാട്ട് അറിയില്ല അല്ലേ? നന്നായി പഠിക്കണം കേട്ടോ. ഇത് ഉണ്ണി നിർമ്മിച്ചതാണോ? ഇത് എന്താ ഭംഗിയിൽ എന്താ മുളയിലുണ്ടാക്കിയ മുള ഇത് ഉണ്ടാക്കാൻ എത്ര ദിവസം പിടിച്ചു? ആവശ്യക്കാർ ചോദിച്ചു അറിവുണ്ടോ? അല്ലേ? നിങ്ങളെ ഫോൺ നമ്പർ ഒന്ന് പറയും. 95 39 29 89 66. ഒന്നുകൂടി പറയും. 95 39 29 89 66. ഉണ്ണികൃഷ്ണൻ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്? വീട്ടിൽ ആരൊക്കെ ഉള്ളത് പരിചയപ്പെടാനായിരുന്നു. വീട്ടിലിപ്പോൾ ഞങ്ങളിവിടെ ഞാൻ ഭാര്യ മോൻ മാത്രം തന്നെ. ഞാനും 3 പേര്. അനിയന്മാരപ്പുറത്ത് ഭാര്യ ആശാവർക്കർ പോവും. ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ പുറത്ത് പണിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ടൈം പാസ് ചെയ്യത്തൊക്കെ അപ്പം അങ്ങനെ ചെയ്യും. ഇതിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ പഠിക്കുകയാണ്. ഇപ്പോഴാണ് ആർട്ടിനോട് താല്പര്യം തോന്നുന്നത്. കുഴപ്പമില്ല, ഞങ്ങളെ കലാരൂപങ്ങളൊക്കെ ഇതെല്ലാം നല്ല രസമുണ്ട്. കാരണം ഒരു പ്രത്യേക കഴിവ് തന്നെയാണല്ലോ ഇപ്പോൾ ഇതൊക്കെ. കാരണം ഈ കലകളെയൊന്നും വെച്ചിട്ട് നിങ്ങൾ 10 പൈസ ഉണ്ടാക്കിയില്ലല്ലോ, ഉണ്ടാക്കാൻ കഴിയണില്ലല്ലോ. തിരിയാണ്. അതാണ് നിങ്ങളതിന് ശ്രമിച്ചില്ല, അതാണ്. അല്ലെങ്കിൽ അല്ല ഇത് വരിക്കുണ്ടാക്കുന്ന ഇതൊക്കെ ഉണ്ടാക്കി കടയിൽ കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. നല്ല ഭംഗിയുള്ള ഇതാണ്. മരിക്ക് ആൾരൂപ ചെണ്ട കൊട്ടുന്നത് ഒക്കെ ഉണ്ട്. പിന്നെ ആ ഫോട്ടോയിൽ കാണാൻ പെൺകുട്ടി ഉണ്ടല്ലോ, അത് ഇപ്പോൾ ആരാണ്? സൈക്കോളജി 3ാം വർഷം പഠിക്കുമ്പോൾ മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചിട്ട് അങ്ങനെ പോയി. കുറേ എല്ലാവരും ശ്രമിച്ചു നോക്കി, കിട്ടുന്നു. അമൃത ഹോസ്പിറ്റലിൽ നിന്നാണ്. പിന്നുള്ളതാണ് ഈ ഇദ്ദേഹത്തിൻ്റെ സ്ഥിതിയാണ് അപ്പം. അങ്ങനെയൊക്കെയാണ് കുടുംബവിശേഷങ്ങൾ.
അപ്പോൾ കലയിൽ ഇപ്പോൾ ഇതുണ്ടാക്കിയതാണ്. അപ്പം അതിൻ്റെതായ കോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൽ. ഒരു കുറച്ച് ഞാൻ അടിയിലാണ്. ഈ വിളക്ക് ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് മുന്നേ? സിമെന്റും കമ്പി. സിമെന്റും കമ്പിയാണ് അല്ലേ? ശരിക്കും കോൺക്രീറ്റ്. ആ, ഇതൊക്കെ കോൺക്രീറ്റ് ആണ്. ഇങ്ങനെ ഒരു ഭാവന ആരെങ്കിലും പറഞ്ഞു തന്നാണോ സ്വന്തമായിട്ട്? ഇല്ല, ആരും പറഞ്ഞില്ല. സ്വന്തമായിട്ട് ആ, ഇങ്ങനെ എവിടെ ഇല്ല സിമെന്റിന്റെ ഇങ്ങനെ നിലവിളക്കിന്റെ ഇതിലൊക്കെ മറ്റേ കല്ലിന്റെ അല്ലേ ആ രൂപത്തിൽ. അപ്പൊ അങ്ങനെ നിലവിളക്ക് പോലെ ഉണ്ടാക്കുക രൂപത്തിൽ ഉണ്ടാക്കിയതാ. മൊത്തത്തിൽ ഉണ്ടാക്കുക അരച്ചാക്ക് സിമെന്റ് വന്നിട്ടുണ്ടോ. ഇവിടെ നിങ്ങൾ അച്ഛനൊക്കെ ആയിട്ട് ഒരു ഉത്സവം മാരിക്കൊക്കെ നടത്തിയിരുന്നാണല്ലോ ഇവിടെ? അതൊക്കെ കുറെ കാലമൊക്കെ ഇല്ലാതിരുന്നു. ഞങ്ങളായിട്ട് പിന്നെ അങ്ങനെ തുടങ്ങി വെക്കുകയാണ് ഉത്സവങ്ങളൊക്കെ. ഇത് എന്ത് ഭഗവതിയാണ് പറയുക? മീൻ കൊളത്തിയോ? എന്താണ്? പത്തംകുളത്തി. പത്തംകുളത്തി. പത്തംകുളത്തി ഭഗവതിയുടെ ഈ വിഗ്രഹം ഉണ്ണി ഉണ്ടാക്കിയതാണ്, മണ്ണിൽ നിർമ്മിച്ചാണ്. ഉണ്ണിന് എത്ര ദിവസം വന്ന് ഉണ്ടാക്കാൻ? ഇല്ല, അതുണ്ടാക്കുമ്പോ എനിക്ക് 2 ദിവസം പണി വന്നിട്ടുള്ളൂ. 2 ദിവസം. എന്തൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കണത്? ഇല്ല, മണ്ണ് മാത്രം ചവിട്ടി കൂട്ടി. മണ്ണ് മാത്രല്ലേ? പൊട്ടാത്ത മണ്ണ്, ഇല്ലാത്ത മണ്ണ് ഉണ്ടാക്കിയല്ലേ? ചവിട്ടി കൂട്ടി 2 ദിവസം അവിടെ ഇടണം. പിന്നെ 2 ദിവസം കൊണ്ട് ഇങ്ങനെ ആക്കും ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കട്ടയുണ്ടല്ലോ, ലോഡ് അധികമായി. ഇത് ഓണാക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീഡിയോ അവസാനിക്കാൻ പോവുകയാണ്. ഉണ്ണി നിർമ്മിച്ച കലാരൂപങ്ങളും ചിത്രങ്ങളൊക്കെ നമ്മൾ ഇതുവരെ കണ്ടത്. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ തുറന്ന് എഴുതാൻ പഠിക്കുക, ലൈക്കും ചെയ്യണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ്. ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കുക.